ചാലിയാർ പുഴയിലെ ഇന്നത്തെ തിരച്ചിലിന് SDPI മത്സ്യത്തൊഴിലാളികളും പങ്കാളികളാണ്. പൊന്നാനി, താനൂർ, വള്ളിക്കുന്ന് മേഖലയിലെ 500ഓളം മത്സ്യത്തൊഴിലാളികളാണ് വിവിധ സ്ഥലങ്ങളിൽ തെരച്ചിലിനായി എത്തിയത്. പ്രശാന്ത് നിലമ്പൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പോത്തുകല്ലിലെ രക്ഷാപ്രവർത്തനത്തിലും മൃതദേഹം ശരീരഭാഗങ്ങളൊക്കെ കണ്ടെടുക്കുന്നതിലും സഹായവുമായി നിരവധി രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുണ്ട്, സാമൂഹ്യ സന്നദ്ധ സംഘടനക്കാരുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളൊക്കെ ഉണ്ട്. അവർക്കിടയിൽ SDPIയും വളരെ സജീവമാണ്. അവർ നേതൃത്വത്തിന്റെ തീരുമാനമനുസരിച്ച് വലിയൊരു കൂട്ടമായി എത്തി ഈ ചാലിയാർ കടവിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവരെ ഏൽപ്പിക്കുന്ന ചുമതല, അവരെ ഏൽപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കൃത്യമായി പരിശോധന നടത്തുന്നു. പോലീസും അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരുമായും ഒക്കെ കൂടിയാലോചിച്ച് അവരുടെയൊക്കെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് 500ഓളം പ്രവർത്തകർ ഇന്ന് പോത്തുകല്ല് പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഇവിടെ നിന്ന് അവരുടെ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഹമീദ് എന്ന് പറയുന്നയാളാണ്. അദ്ദേഹം കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ, നമുക്കറിയാം കഴിഞ്ഞ പ്രളയത്തിലൊക്കെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു പങ്ക്, അവർക്ക് രക്ഷാപ്രവർത്തനത്തിലൊക്കെ അവർ വഹിച്ച വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ തോണിയും ഒക്കെ ആയിട്ടാണ് SDPI ഇന്ന് എത്തിയിട്ടുള്ളത്. അവരുടെ മറ്റ് കയർ ഉൾപ്പെടെയുള്ള ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് സർക്കാരിന്റെ സംവിധാനവുമായി യോജിച്ചാണ് അവരൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. SDPIയുടെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജില്ലയിലെ ചെയർമാനായ കൺവീനറായ ഹമീദ് ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. എന്തൊക്കെയാണ് ഇന്ന് SDPIയുടെ? ഇന്ന് നമ്മൾ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഏകദേശം 500 ആളുകൾ ഇന്ന് ഇവിടെ എത്തുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് പോത്തുകല്ലിലും അതുപോലെ തന്നെ ചുങ്കത്തറയിലും പ്രവർത്തകരെ ഇറക്കിയിട്ട് 2 ടീമായിട്ടാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. നേരത്തെ പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മത്സ്യത്തൊഴിലാളികളടക്കം ഇതിന് വിദഗ്ധരായിട്ടുള്ള പൊന്നാനി മുതൽ വള്ളിക്കുന്ന് വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത മത്സ്യത്തൊഴിലാളികളും മലയോര പ്രദേശത്ത് നിന്നുള്ള തെരഞ്ഞെടുത്ത 2 മേഖലയിലുള്ള ആളുകളെയാണ് ഇതിന് രംഗത്തിറക്കുന്നത്. നമ്മൾ ഏകദേശം ഈ 4 ദിവസങ്ങളിലായി ഞങ്ങൾ 402 പ്രവർത്തകർ ഇവിടെ ഈ പ്രദേശത്ത് ഞങ്ങളുണ്ട്. അതിൽ 49 മൃതദേഹങ്ങളാണ് ഞങ്ങളുടെ പ്രവർത്തകർ കണ്ടെടുത്തിട്ട് ഇതാക്കിയിട്ടുള്ളത്. അതുപോലെ മനുഷ്യ ശരീരങ്ങൾ അതിലേക്ക് ഏറെ. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായ ഒരു ദുരന്തമുഖത്ത് ആദ്യം ആവശ്യമുള്ളത് പ്രാദേശികമായി ഇത്തരം ആളുകളൊക്കെ തന്നെയാണ്. ഇവരെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന ഒരു ഫലം എന്താണ്? അതായത് സാമ്പത്തികമായ സഹായമൊന്നും ചിലപ്പോൾ കിട്ടാറുണ്ടാവില്ലല്ലോ. നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ ചെലവാവും, ഇവരുടെ പലരുടെയും തൊഴിൽ, ആ ദിവസത്തെ ജോലിയൊക്കെ നഷ്ടപ്പെടും. എന്താണ് അതിനകത്തൊരു രാഷ്ട്രീയം എന്താണ്? ഇതിൽ ഞങ്ങൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഞങ്ങൾ സമർപ്പണമാണ്. ഞങ്ങൾ പൊതുപ്രവർത്തന മേഖലയിൽ ഞങ്ങൾ വേറൊരു ലെവലാണ്. ഞങ്ങളിത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ല, ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതായത് ഞങ്ങളുടെ സഹജീവികൾ, അതിൽ ഞങ്ങൾക്ക് മതമില്ല, രാഷ്ട്രീയമില്ല. ഞങ്ങളുടെ സഹജീവികൾ എങ്ങനെയാണോ ദുരിതം അനുഭവിക്കുന്നത് അവരോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ രംഗത്തിറങ്ങുക എന്നുള്ള ഞങ്ങളുടെ ഒരു സമർപ്പണത്തിന്റെ ഭാഗമായിട്ടാണ്. ഇവരുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ളവരും അനുകൂലിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവർ ഈ ദുരന്ത മുഖത്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ദുരന്ത സ്ഥലത്ത് ഓടിയെത്തി ചെയ്യുന്ന അവരുടെ സേവനങ്ങളെ, അവരുടെ ഉത്തരവാദിത്തത്തെ അത് ഭംഗിയായി അവർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാനാവില്ല. ചുങ്കത്തറയിൽ നിന്നും വൈഷ്ണവ് കൃഷ്ണനൊപ്പം പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്.